ഇന്നലെ ലക്നൗ സൂപ്പർ ജയൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലൊരു മാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ ആരാ വിജയിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. വളരെ അനായാസമായിട്ട് ആ ഒരു ലക്ഷ്യം അവർ മറികടന്നു. ടോസിൻ്റെ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചൊരു സംഭവം എന്ന് പറയുന്നത് സൺറൈസേഴ്സിന് എങ്ങനെയെങ്കിലും ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടണേ എന്നാണ്. പക്ഷേ ലക്നൌവിനാണ് ബാറ്റിംഗ് കിട്ടിയത്. ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ബാറ്റിംഗാണ് ലക്നൌവിൻ്റെ. കാരണം അവരുടെ ഓപ്പണിങ്ങിന് ഇറങ്ങുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് KL രാഹുലാണ്. T20 വന്ന് ടെസ്റ്റ് കളിക്കുന്ന ഒരു പ്ലെയർ. എനിക്ക് തോന്നുന്നില്ല പുജാര വരെ ഈ ഒരു രീതിയിൽ കളിക്കുമെന്ന്. 1-2 മാച്ചസ് ഒന്നുമല്ല, മിക്കവാറുള്ള മാച്ചസ് എല്ലാം അദ്ദേഹം ഈ ഒരു രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം നേടിയത് 33 ബോളിൽ 29 റൺസ്, അതായത് പവർ പ്ലേയിൽ തട്ടിക്കളി. പവർ പ്ലേയിൽ ഇങ്ങനെ കളിക്കാനാണെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഓപ്പണിംഗ് വരുന്നത്? 4-മതോ 5-മതോ ഒക്കെ വന്നാൽ പോരെ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ലക്നൌ ഓപ്പണിംഗിൽ നിന്ന് KL രാഹുലിനെ ഉറപ്പായിട്ടും എടുത്ത് മാറണം. കാരണം അദ്ദേഹം വളരെയധികം ഡിഫെൻസീവായിട്ടാണ് പവർ പ്ലേയിൽ കളിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണെന്ന് നമുക്കറിയാം, അതായത് പവർ പ്ലേയിൽ മാക്സിമം ബൗണ്ടറികൾ നേടുക. അതാണ് SRHും KKRും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു രീതിയിലേക്ക് LSG മാറണം. കാരണം LSGയുടെ ബാറ്റ്സ്മാൻമാരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് പവർ പ്ലേയിൽ കുറച്ചുകൂടെ ബൗണ്ടറികളൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനെ കൊണ്ടുവരണം. മാക്സിമം KL രാഹുൽ 4 നമ്പറിലേക്ക് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സോ എല്ലാവരും പോയി ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക.